മേരെ ലാലിന് ശേഷം പിന്നെ സൂർദാസിൻ്റെ അടുത്ത പോയം ഹേ കാൻഹ്, അതായത് കൃഷ്ണനെ ഉദ്ദേശിച്ചുകൊണ്ടിന് കൃഷ്ണനും ഗോപികയും തമ്മിലുള്ള കോൺവെർസേഷനും കണ്ടുമുട്ടലൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് എന്താണ്, ജബ് ഹി വൻ മുരളി ശ്രവൻ ചകിത് ഭൈ ഗോപ് കന്യ സബ് ദാം കാം ബിസരി എന്നൊരു പോയം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്ത് കവി എന്താ പറയുന്നത്, ജബ് ഹി വൻ മുരളി ശ്രവൻ, അതായത് മുരളിയുടെ സ്വരം കേട്ടപ്പോൾ ഗോപികമാരെന്താണ് ആശ്ചര്യചകിതരായി. ചകിത് ഭൈ ഗോപ് കന്യ സബ് ദാം കാം ബിസരി, അപ്പോൾ എല്ലാ കടമകളും മറന്നു, കുലത്തിൻ്റെ അതായത് സമൂഹത്തിൻ്റെ മര്യാദകളും മതഗ്രന്ഥങ്ങളുടെ ആചാരങ്ങളെയൊന്നും അവർ ഭയന്നില്ല ഗോപികമാർ. കുൽ മർജാദ് വേദിക്ക് ആജ്ഞ നീക്കഹും നഹി ഡരി, അപ്പോൾ അവരുടെ മതഗ്രന്ഥങ്ങളും ആചാരങ്ങളൊന്നും ഭയന്നില്ല. മകളുടെയും ഭർത്താവിൻ്റെയും സ്നേഹവും വീടും ലോകമര്യാദകളും ശ്രദ്ധിക്കാതെ കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് നദിയിലെ വെള്ളം പോലെ ഒഴുകിച്ചേർന്നാണ് കവി പറയുന്നത്. കുൽ മർജാദ് വേദിക്ക് ആജ്ഞ നേക്കഹും നഹി ഡരി ശ്യാം സിന്ധു സരിത ലലൽഖാൻ ജൽ കി ധരണി ഡരി. അപ്പോൾ കൃഷ്ണൻ്റെ ഗോപികമാരെ എല്ലാവരും എന്താണ് കൃഷ്ണൻ്റെ വേണുനാദം കേട്ടപ്പോഴത്തേക്കും അവരുടെ കുലമര്യാദ എല്ലാം, അതായത് സമൂഹത്തിൽ എന്തൊക്കെ പാലിക്കുന്നതെല്ലാം മര്യാദകളും അവരൊന്നും ഭയക്കാതെ കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയവർ. സുധപതി നേഹ് ഭവൻ ജനസംഘ ലജ്ജ നഹി കരി സൂർദാസ് പ്രഭു മൻ ഹരി ലിൻഹോ നഗർ നവൽ ഹരി. അപ്പോൾ എന്താണ് സൂർദാസ് എന്താ പറയുന്നത്, സൂത്രശാലിയായ കൃഷ്ണനാണ്. ദിവസവും ഇങ്ങനെ ഓരോരോ പുതിയ രീതികൾ കാണിച്ചിട്ട് ഗോപികമാരുടെ മനസ്സിനെ അങ്ങ് കീഴടക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഗോപികമാർക്ക് വേണ്ടി വീണ വായിക്കുമ്പോൾ, അതായത് മുരളീനാഥം ഊതുമ്പോഴത്തേക്കും ഗോപികമാരെന്താ വീട്ടിലെ എല്ലാ മര്യാദകളും വിട്ട് കൃഷ്ണനാവുന്ന സമുദ്രത്തിലേക്ക് ലയിക്കാൻ വേണ്ടി വീട് വിട്ട് ഇറങ്ങിപ്പോരുകയാണ്. അപ്പോൾ ഇതാണ് ഈ പോയത്തിൻ്റെ ഉള്ളടക്കം. ഇനി ഇതിൻ്റെ അകത്തുള്ളത് കോൺവെർസേഷനാണ്. ഗോപികമാർ തമ്മിലുള്ള കോൺവെർസേഷൻസ്, അതായത് ഗോപികാവും കി ബീച്ച് കാ വാർത്തല. അപ്പോൾ ഗോപികമാർ തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഒന്നാമത്തെ ഗോപിക എന്താ പറയുന്നത്, അരെ സഖി സുനോ ക്യാ ഹേ ഏ മീഠാ ശബ്ദ്, അതായത് അല്ലയോ കൂട്ടുകാരത്തി കേട്ടോ ഒരു മധുര ശബ്ദം. അപ്പോൾ അടുത്ത ഗോപിക രണ്ടാമത്തെ ഗോപിക എന്താണ്, ബൗത്തും മുരളീനാഥ് ഹേ, അതെന്താണ് മുരളീനാഥമാണ്. അപ്പോൾ ഗോപി പറയുന്നത് മുരളീനാഥ് കോൺ യഹാ മിസ് വൃന്ദാവൻ, ഈ വൃന്ദാവനിൽ ആരാണ് മുരളീനാഥം വായിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരത്തിയാണ് ഗോപിക, രണ്ടാമത്തെ കൂട്ടുകാരത്തി. ജാൻതി നഹി കൃഷ്ണ, അറിയില്ല, ചിലപ്പോൾ കൃഷ്ണനായിരിക്കാം. ഗോപിക പറയുന്നത് കൃഷ്ണ ചലോ വൃന്ദാവനിക്കോ, എന്നാൽ പോവാം, കൃഷ്ണനാണെങ്കിൽ നമുക്ക് വൃന്ദാവനിലേക്ക് പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത കൂട്ടുകാരി പറയുന്നത് യോ കാം ജോലിയോ എന്ന് പറഞ്ഞാണ്. അപ്പോൾ ആദ്യത്തെ ഗോപി പറഞ്ഞ കാം ചോഴുതോ ജൽദി കാൻഹിക്ക് പാസ് ജാവോ, ജോലിയെല്ലാം ഉപേക്ഷിക്കും, നമുക്ക് പെട്ടെന്ന് കൃഷ്ണൻ്റെ അടുത്തേക്ക് പോവാം. ഗോപിക കാൻഹിക്ക് മുരളീനാഥ് ജാദുക്കി തര ഹമേ ഖീഞ്ച്, അതായത് കൃഷ്ണൻ്റെ മുരളീനാഥം ഒരു ജാലവിദ്യ പോലെയാണ് നമ്മളെ കീഴടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗോപി എന്താണ്, ഗിത്തീഖ് ഹേ ജൽദി ചലോ, വാ നമുക്ക് ഏതായാലും പോവാമെന്ന് പറയാം. ഗോപിക അച്ഛാ ചലോ, നമുക്ക് പോവാം. അപ്പോൾ അവർ വീട്ടിലെ എല്ലാ ജോലികളും മര്യാദകളും ഉപേക്ഷിച്ചിട്ടാണ് കൃഷ്ണൻ്റെ മുരളീനാഥത്തെ അവർ കൃഷ്ണനെ കാണാനായിട്ട് ആഗ്രഹിച്ചിട്ടാണ് അവർ വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ഗോപികമാർ തമ്മിലുള്ള കോൺവെർസേഷൻ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതോടെ ഈ ലെസൺ കംപ്ലീറ്റ് ആയി. അടുത്ത ലെസൺ ദോസ്തി സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്.